പെണ്ണിയട്ടം പ്രായപൂർത്തിയാവുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുട്ടിച്ചാത്തനായി മൂഞ്ചി പോയ ഒരുത്തന്റെ കഥ മൂഞ്ചിയ. മൂഞ്ചി കുത്തിച്ചാത്ത എങ്ങനെ ഉണ്ടായിന്ന് വെച്ചാൽ പണ്ട് 5ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ തരും. ഓന് +1 പഠിക്കുന്ന ചേച്ചീനെ ഭയങ്കര ഇഷ്ടം. ഇത് ചെക്കൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോ ഓന് പൊതിരെ തല്ലും കിട്ടി. ആ ചേച്ചീനെ വേഗം കെട്ടിച്ചൂടും ചെയ്തു. ഒരു തല മൊട്ടയെടുപ്പിക്കും ചെയ്തു. ഇവനാണ് എങ്ങനെയുള്ള ചേച്ചീനെ കെട്ടണമെന്നും പറഞ്ഞ് സ്ലൈറ്റ് പെൻസിലും വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് അവന്റെ പെങ്ങളെയും കൂട്ടി നേരെ ചത്തുക്കുവാടി എന്ന് പറഞ്ഞ ഒരു കാട്ടിലേക്ക് പോയി. എന്തിനാ വെച്ചാൽ അവിടുത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു നരബലി കൊടുത്താൽ ഓനോന്റെ +1 ചേച്ചീനെ കിട്ടുന്നു. എന്റെ സ്കൂൾ ആരോ അവനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഓനോന്റെ അനിയത്തിനെ തന്നെ നരബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഓളെ കൊല്ലാൻ നോക്കുമ്പോഴേക്ക് ഇവൻ തന്നെ അവിടെ വഴക്കി വീണ് അവരെ കിടന്ന് ചത്തു. മൊത്തത്തിൽ മൂഞ്ചിയറിന് പേരും വീണ് ഓനൊരു കുട്ടിക്കാത്തനായി മാറി ആ മരത്തിന് മുകളിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. ഇവന്റെ അടുത്ത് ജസ്റ്റ് എസ്കേപ്പ് ആയി പോയ അവന്റെ പെങ്ങളുണ്ടല്ലോ, ഓളെ അമ്മൂമ്മയായി. ആ അമ്മൂമ്മേന്റെ കൊച്ചുമോനാണ് ബിട്ടു. ബിട്ടുവിന്റെ പണി എന്താ വെച്ചാൽ അവന്റെ പമ്മീന്റെ ബ്യൂട്ടി പാർലറിൽ പെണ്ണുങ്ങളെ മുടി വെട്ടുക, സൈറ്റൻ ചെയ്യുക, മസാജ് ചെയ്യുക, അങ്ങനെ സുഖജീവിതം. ഓനും ഓന്റെ മൂഞ്ചി പോയ അമ്മാവനെ പോലെ തന്നെ ഒരു ചേച്ചിനെ ഭയങ്കര ഇഷ്ടം. ജുംബ ഡാൻസ് കളിക്കുന്ന ബേല. ഇപ്പൊ അത് ഒരു ഇംഗ്ലീഷുകാരനായിട്ട് ബേലന്റെ കല്യാണം ഏതാന്ന് ഉറപ്പിച്ചു. ഇവർ ഈ അപ്പനപ്പൂപ്പന്മാരായിട്ട് തന്നെ പരിപാടിയും തോന്നുന്നു. ഏതൊരു ചേച്ചിമാരെ ഇഷ്ടപ്പെടുക, അവസാനം മൂഞ്ചി കുത്തിയിരിക്കും. അപ്പോഴാണ് ബിറ്റുവിന്റെ കസിന്റെ കല്യാണത്തിന്റെ പരിപാടിക്ക് ഇവരൊക്കെ കൂടെ നേരെ ഓരോ തറവാട്ടിലേക്ക് പോയപ്പോ അവിടെ എല്ലാവരും കൂടെ പൂരിഞ്ഞ തമ്മിത്തല്ല്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കുടുംബ സ്വത്തായ ചെത്തുക്കുവാടി മറ്റേ മൂഞ്ചിയുള്ള സ്ഥലം അത് ഓന്റെ കൊച്ചാച്ചൻ വിൽക്കാൻ നോക്കണം. അങ്ങനെ ഈ കച്ചറിന്റെ ഇടയിലാണ് ബിട്ടുവിന് മനസ്സിലാവുന്നത് പണ്ട് ഓന്റെ അച്ഛനും ഇതേപോലെ ഈ സ്ഥലം ഒന്ന് വിൽക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ പോയി മൂഞ്ചി ചപ്പ്. ഇതൊക്കെ കൂടി കേട്ടപ്പോ ചെക്കന് ഭയങ്കര വിഷമായി. ഓൻ നേരെ സ്കൂട്ടർ എടുത്ത് ഈ മൂഞ്ചിന്റെ അണ്ണകളോടെ അങ്ങോട്ട് പോയി കയറി കൊടുത്തു. എന്നിട്ട് അവിടെ കിടന്ന് ചാവാൻ വെക്കുമ്പോഴാണ് അവന്റെ അമ്മൂമ്മ, അതായത് മൂഞ്ചിയന്റെ അനിയത്തി, ഇവനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. കാരണം ഈ അമ്മൂമ്മേന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ വടിയുണ്ട്. ഇത് ഈ മൂഞ്ചയ്ക്ക് ഭയങ്കര പേടി. അങ്ങനെ ഈ വടിയും കൊണ്ട് അമ്മൂമ്മ ബിട്ടുവിനെ അവിടുന്ന് കയറ്റിലാക്കി പുറത്തോട്ട് വന്ന് അമ്മൂമ്മേന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അന്നാരും തൊടൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാസടിച്ച് നിൽക്കുമ്പോഴാണ് മൂഞ്ചിയെ വന്ന ഒരൊറ്റ തിരിക്കല്. അങ്ങനെ വട്ടി പിടിച്ചോണ്ടോയ അമ്മൂമ്മ വട്ടിയായി. അങ്ങനെ അമ്മൂമ്മയുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് ബിട്ടു എന്റെ മമ്മിയും കൂടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോ അതാ ആ മൂഞ്ചിയെ ബിട്ടുവിന്റെ കൂടെ പുറകെ പോന്നിരിക്കുന്നു. എന്നിട്ട് ഈ രാത്രി ആകുമ്പോ ജന്തു ഒന്ന് തുടങ്ങും വീർപ്പിക്കൽ. ഒന്ന് മുന്നിനെ കൊണ്ട് കൊടുക്കുന്നും പറഞ്ഞ് ജീവിയുടായി പുറകെ കൂടും പണ്ടാറ്. പിന്നെയാണ് അവന്റെ പണ്ടത്തെ +1 ചേച്ചിട്ടോ. അങ്ങനെ അവൻ കുളിക്കുമ്പോ ഉറങ്ങുമ്പോ കക്കൂസ് പോകുമ്പോ ഒക്കെ ഈ ജന്തു വന്ന് സ്വൈര്യം കൊടുക്കും. കണ്ട അമ്മച്ചമാരുള്ളിൽ തല്ലു വാങ്ങി കൊടുക്കും. ഓരോ ബ്യൂട്ടി പാർലറിൽ വരുന്ന പെണ്ണുങ്ങളെ കുട്ടീനെ കൊല്ലാൻ നോക്കും, അവന്റെ അമ്മേനെ കൊല്ലാൻ നോക്കും. അങ്ങനെ വീർപ്പിക്കലോട് വീർപ്പിക്കും. അങ്ങനെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇവനും എന്റെ ഫ്രണ്ട് സ്പീൽബർഗും കൂടെ മുന്നിന് തപ്പിപ്പോയപ്പോ മുന്നിപ്പോ വയസ്സായി അമ്മൂമ്മയായി നടക്കാൻ പറ്റാണ്ട് വീൽ ചെയറിൽ ഇങ്ങനെ സൈഡായിരിക്കും. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് മുന്നിന്റെ കൊച്ചുമോളാണ് ഈ ബേല, അതായത് നമ്മുടെ ബിട്ടുവിന്റെ ചേച്ചി പ്രേം. അങ്ങനെ അവരിന് ഈ ബേലേനെ മൂഞ്ചി കണ്ടപ്പോ ഒരിപ്പോ മുന്നിന്റെ ഒന്നും വേണ്ട, ഒരിപ്പോ ബേലേനെ മതി. ഇപ്പൊ ബേലേനെ കൊണ്ടുപോവാ, ബേലേനെ കെട്ടിച്ചാന്നും പറഞ്ഞായി വെറുപ്പിക്കാം. എന്നിട്ട് ആ ബേലേന്റെ ഒരു ഇംഗ്ലീഷുകാരൻ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഓനോളൊന്ന് കിസ് അടിക്കാൻ നോക്കിയപ്പോ ഈ മൂഞ്ചി പോയിട്ട് അവന്റെ അഞ്ചിറക്കം ചെത്തിക്കൊണ്ടുപോയി. उनके दोनों गुलाब जामुन जंगली कुत्ते खा गए. അങ്ങനെ ബിട്ടു സ്പീൽബർഗും കൂടെ ഈ ജന്തുവിനെ എങ്ങനെയും തോളത്തുനിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ യൂണിവേഴ്സിലെ വള്ളിയങ്കാട് തിരുമേനിയായ കട്ടപ്പന എടുത്തു പോകും. ഇയാളെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസിലെ ഫസലിന്റെ പരിപാടി ഹല്ലേലൂയ എന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം പറ്റിക്കും. പക്ഷെ ഈ ചങ്ങായിക്ക് ഈ വക കേസറ്റുകളൊക്കെ ഭയങ്കര വിവരം. ഈ മൂഞ്ചിയ, പേടിയ, വേതാളം, കൂട്ടിച്ചാത്ത ഇങ്ങനത്തെ പൊട്ടാത്തരത്തിനൊക്കെ ഇയാളെ ബെസ്റ്റ്. ഓൾറെഡി 3-4 മൂഞ്ചിയനൊക്കെ ഇയാൾ ഒളിപ്പിച്ചിട്ടുണ്ട് പോലും. അപ്പൊ കട്ടപ്പോർക്ക് മൂഞ്ചിയനെ പറ്റി ഒരു 1/2 മണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഈ മൂഞ്ചിയന്മാരുടെ കല്യാണം എങ്ങനെയാന്ന് ഇവർക്ക് പറഞ്ഞു. അപ്പൊ പരിപാടി എങ്ങനെ വെച്ചാൽ ആദ്യം ഈ മൂഞ്ചി ഒരു ആടിന്റെ ഉള്ളിൽ കയറും പോലും, എന്നിട്ടാണ് താലികെട്ടും കല്യാണമൊക്കെ. അത് കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിന് പകരം ഈ മൂഞ്ചിയ അവിടെ തന്നെ ഈ പെണ്ണിനെ അങ്ങോട്ട് നരവലി ഓർക്കും. ഒരു പ്രത്യേക തരം കല്യാണം. അപ്പൊ കട്ടപ്പ് പറയും ഇങ്ങനെ ഇപ്പൊ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ആ മൂഞ്ചി പറയണ പോലെ തന്നെ ഓൻ ആ ബേലേനെ ഓന് സെറ്റായി കൊടുത്തേക്ക്, എന്നിട്ട് ഒരു ആടിനെ ഇങ്ങോട്ട് നേരെ ചത്തുകാടിലേക്ക് കിട്ടും. എന്നിട്ട് കല്യാണ പരിപാടി തുടങ്ങിക്കും. എന്നിട്ട് കറക്റ്റ് മൂഞ്ചി ആടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആടിനെ കൊന്നേക്ക് മൂഞ്ചിയും ചത്തോളും, നമ്മളും സേഫായി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കരിക്കിന്റെ അകത്ത് പട്ടച്ചാരം മിക്സ് ചെയ്ത് കൊടുത്ത് ബേലേനെ പൊക്കും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ആടിനെ ഇങ്ങ് പൊക്കും. എന്നിട്ട് നേരെ ചത്തുക്കുവാടിച്ചു പോയി മൂഞ്ചിയന്റെയും ബേലേന്റെയും കല്യാണ പരിപാടി. അപ്പൊ ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ആരുടെയും നെറ്റിയിൽ Z എന്ന് എഴുതിയാൽ ഈ മൂഞ്ചി ഓരോ ഉള്ളിൽ കയറും. അതുകൊണ്ട് ഇവർ ആടിന്റെ നെറ്റിയിൽ Z എന്ന് എഴുതി മൂഞ്ചി അപ്പൊ തന്നെ ബോഡി സ്വാപ്പായി. പ്ലാനൊക്കെ സക്സസ് ആയി. ആടിനെ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും ഈ അടിച്ച് കെനിക്കായ ബേല പോയിട്ട് ഓറൽ നെറ്റിയിലും പോയി Z എന്ന് എഴുതിച്ചു. അപ്പൊ തന്നെ അടുത്ത ബോഡി നമ്മളെ പറക്കളം സ്റ്റൈലിലും മൂഞ്ചിയ ബേലന്റെ ഉള്ളിൽ കയറി ബേല ആടിന്റെ ഉള്ളിൽ.
എന്നിട്ടാണെങ്കിൽ ഈ മൂഞ്ചിയ ബേല അവിടെ കിടന്ന് അടിപിടി നായാട്ട്. അതിന്റെ ഇടയിൽ ഈ ആടിന് അവരെ കൊച്ചത്തിന് തിന്നൂന്നും പറഞ്ഞിട്ട് കട്ടപ്പ വന്നിട്ട് കൊച്ചനെ കെട്ടിയിട്ടുണ്ട് നെറ്റിയിൽ സെഡ് എഴുതിയപ്പോ അടുത്ത ബോഡി സാർ കൊച്ചന്റെ ഉള്ളിൽ മൂഞ്ചി കയറി തുടങ്ങി അടുത്ത നായാട്ട്. അവർ നീ മൂഞ്ചിയ കൊച്ചൻ ബേലേനെ പിടിച്ചോണ്ട് പോയി ബേലേനെ ബലി കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ബിട്ടൂന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത്. അല്ലെ ഈ പറത്തിലെ മെയിൻ ഞാനല്ലേ. എന്നിട്ട് ഓന്റെ അമ്മൂമ്മേന്റെ വടി തപ്പി പിടിച്ചെടുത്തോണ്ട് പോയിട്ട് നമ്മുടെ മൂഞ്ചിയ കൊച്ചന്റെ പുറത്തിട്ട് പട്ടയെന്ന് അടിച്ച് ഒരു സെഡ് പോലെ ആക്കിയപ്പോ ഡാ കറക്കിന് അടുത്ത ബോഡി സാപ്പ്. ഇപ്രാവശ്യം മരമായിട്ട് ബോഡി സാപ്പ്. മരം കൊച്ചന്റെ ഉള്ളിൽ കയറി മൂഞ്ചിയോ പിന്നെയും പഴയ പോലെ മരത്തിലോ പ്രശ്നങ്ങളൊക്കെ തീർന്നു എല്ലാവരും ഹാപ്പിയായി തിരിച്ചു വീട്ടിൽ പോയി. അങ്ങനെ പരം തീരാനായപ്പോഴേക്ക് ബിട്ടു പോയി ഓന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എനിക്ക് ചേച്ചിന് ഭയങ്കര ഇഷ്ടാട്ടോ ബേലിനെ അപ്പൊ തന്നെ അടിച്ചു കൊടുത്തുന്നോ. അങ്ങനെ ഓന്റെ മൂഞ്ചിയ മോന്തയും കാണിച്ച് മരമായി പോയ ഓന്റെ കൊച്ചന് കുറച്ച് വെള്ളം വെച്ചു കൊടുത്ത് അവസാനം ബേലിനെ കൊണ്ട് റൈറ്റ് ആൻഡ് ഡാൻസ് കൂടെ കൽപ്പിച്ച് പടവും തീർത്തു ഉഷാറാക്കി കഥം ടാറ്റ ബൈ ബൈ.